ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ശരീരം ശുദ്ധവും ശക്തവുമാക്കാനുള്ള ചില മാർഗങ്ങൾ. കാലത്തും വൈകിട്ടും ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് നടക്കുക. നട്ടെല്ല് നേരെ നിവർത്താനും വളയ്ക്കാനും ഉതകുന്ന ചെറിയ വ്യായാമങ്ങളും യോഗാസന മുറകളും പരിശീലിക്കുക. സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവ കൊണ്ടുള്ള പാത്രങ്ങളിൽ വെച്ച വെള്ളം കുടിക്കുക. കാന്തീകരിക്കപ്പെട്ട വെള്ളവും നല്ലതാണ്. പ്രാണായാമം ചെയ്യുക. സൗകര്യം കിട്ടുമ്പോഴെല്ലാം പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. കാലത്ത് സൂര്യപ്രകാശം ഏൽക്കുന്നത് വളരെ നല്ലതാണ്. ദിവസവും കൈകൊണ്ടോ ബ്രഷ് കൊണ്ടോ ഉരച്ച് കുളിക്കുക. ഒഴുകുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് വിശേഷിച്ച് ഗുണകരമാണ്. ഇടയ്ക്ക് ഉപ്പുവെള്ളത്തിലും കുളിക്കാം. ഉപ്പുവെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് എനർജി കളയാൻ വളരെ നല്ലതാണ്. മണ്ണിലോ മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുല്ലിലോ നഗ്നപാതരായി നടക്കുക. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ശ്രദ്ധയും ഏകാഗ്രതയും പതിപ്പിക്കുക. ധാരാളം ചിരിക്കുക. ചിരി ഫലപ്രദമായ ഒരു മരുന്നാണ്. അത് പെട്ടെന്ന് തന്നെ ധനാത്മകമായ ഊർജം നൽകും. ദ്വേഷം, ഭയം, അസൂയ, വെറുപ്പ്, പ്രതികാരമോഹം, അക്ഷമ, മനപ്രയാസം ഇങ്ങനെയുള്ള ഋണാത്മക വികാരങ്ങൾ മുളയിലെ നുള്ളിക്കളയുക. മാംസാഹാരം ഉപേക്ഷിക്കുക. അത് ഋണാത്മകോർജം അടങ്ങിയ തമോ ഗുണമുള്ള ഭക്ഷണമാണ്. ഇടയ്ക്കെല്ലാം വെള്ളവും പഴച്ചാറുകളും മാത്രം കഴിച്ച് ഉപവാസം അനുഷ്ഠിക്കുന്നത് ശരീര ശുദ്ധീകരണത്തിന് സഹായിക്കും. ചായ, കാപ്പി, ചോക്ലേറ്റ്, മൃദുപാനീയങ്ങൾ ഇവയുടെ ഉപയോഗം നിർത്തുകയോ കുറയ്ക്കുകയോ ചെയ്യുക. മദ്യം വർജിക്കുക. പഞ്ചസാര ഉപയോഗിച്ചുള്ള മധുര പലഹാരങ്ങൾ കുറയ്ക്കുക. പുകവലി ഉപേക്ഷിക്കുക. ദിവസവും ധ്യാനിക്കുക. നട്ടെല്ല് നിവർത്തിയ ഇരിപ്പ് ഊർജത്തിന്റെ പ്രവാഹത്തെ വർദ്ധിപ്പിക്കും. TV കാണൽ, റേഡിയോ കേൾക്കൽ, കൊള്ളരുതാത്ത പ്രസിദ്ധീകരണങ്ങളുടെ അമിതമായ പാരായണം ഇവ കുറയ്ക്കുക. ഇവയുടെ അമിത താല്പര്യം മനസ്സിന്റെ ഏകാഗ്രത ശിഥിലമാക്കുകയും ഊർജ ശരീരത്തിന്റെ തുലനാവസ്ഥയെ ബാധിക്കുകയും ചെയ്യും. വീടും ജോലിസ്ഥലവും ചുറ്റുപാടുകളും ധനാത്മകോർജം കൊണ്ട് നിറയ്ക്കുക. അതിനുവേണ്ടി ഇനിയും പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. കർപ്പൂരം ബാഷ്പീകരിക്കുക. ചന്ദനത്തിരി, അഷ്ടഗന്ധം ഇവ പുകയ്ക്കുക. കടുകെണ്ണ, എള്ളെണ്ണ, നെയ്യ് ഇവ കൊണ്ട് വിളക്ക് കത്തിക്കുക. ഉപ്പുവെള്ളം കൊണ്ട് നിലം തുടയ്ക്കുക. ഒരു പാത്രം ഉപ്പുവെള്ളം മുറിയുടെ മൂലയിൽ വയ്ക്കുന്നത് നല്ലതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. തണ്ടിനും ഇലകൾക്കും കേടുപറ്റാത്ത മുറിച്ചെടുത്ത പൂക്കൾ പൂപാത്രത്തിൽ അകത്തു വയ്ക്കാം. ചെടികളും വയ്ക്കാം. മഞ്ഞ, ഓറഞ്ച്, നീല, വയലറ്റ് നിറങ്ങളുള്ള പൂക്കൾ ഋണാത്മകോർജത്തെ ഇല്ലാതാക്കുകയും ധനാത്മകോർജം ഉണ്ടാക്കുകയും ചെയ്യും. വെള്ള, നീല, വയലറ്റ്, പച്ച, മഞ്ഞ, ഓറഞ്ച്, റോസ് എന്നീ നിറത്തിലുള്ള കർട്ടനുകളോ കാർപ്പറ്റുകളോ വസ്ത്രങ്ങളോ ഉപയോഗിക്കുന്നത് ഗുണകരമാണ്. ശാസ്ത്രീയ സംഗീതം, ഭജനകൾ എന്നിവയ്ക്ക് ധനാത്മകോർജം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഒഴുകുന്ന നദിയുടെ ആരവം, ഇളംകാറ്റ്, പക്ഷികളുടെ ശബ്ദം എന്നിവയ്ക്കും ഹിതകരമായ ശബ്ദങ്ങളും സംഗീതവും കേൾക്കുന്നത് നല്ലതാണ്. മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതും നാമം ജപിക്കുന്നതും സത്ഫലങ്ങൾ ഉളവാക്കും. തുളസി ഇലയ്ക്ക് ഋണാത്മകോർജത്തെ നശിപ്പിച്ച് അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് വീടിനടുത്തോ ബാൽക്കണിയിലോ ടെറസിലോ നമുക്ക് തുളസി ചെടികൾ നട്ടുപിടിപ്പിക്കാം. ചില സ്ഥലങ്ങളും സാഹചര്യങ്ങളും വ്യക്തികളും നമ്മളിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ ഇടയുണ്ട്. അനഭിലഷണീയമായ ഋണാത്മകോർജത്തിന്റെ സാന്നിധ്യമാണിതിന് കാരണം. നമുക്ക് യോജിക്കാത്ത ഋണാത്മകോർജത്തിന്റെ സാന്നിധ്യമാണിതിന് കാരണം. ഇതിൽ നിന്നും സ്വയം രക്ഷിക്കാനായി ഒരു കവചം ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഋണാത്മക ഊർജം കടന്നു വരാത്ത ഒരു പുറംചട്ട നമുക്ക് ചുറ്റും വിഭാവനം ചെയ്യുക. അതിൻ്റെ ഉള്ളിലേക്ക് ഋണാത്മകോർജത്തെ കടത്തിവിടുകയില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അത്തരമൊരു രക്ഷ ആവശ്യമില്ലാത്തപ്പോൾ ഈ പുറംചട്ട അപ്രത്യക്ഷമാകുന്നതായും വിഭാവനം ചെയ്യുക. താങ്ക് യു.